ശ്രീ ഗുരുഭ്യോ നമഃ. ഭഗവാനെ തന്നെ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുവാനുള്ള മാർഗം ഹരിനാമ കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമഃ. കാണുന്നതെല്ലാം ഭഗവാന്റെ രൂപമായും കേൾക്കുന്നതെല്ലാം ഭഗവാന്റെ നാമങ്ങളായും ചെയ്യുന്നതെല്ലാം ഭഗവാനുള്ള അർച്ചനകളായും സർവ്വതും ഭഗവാനായും കാണുക. ഇത് തന്നെയാണ് മനസ്സിനെ അന്തർമുഖമാക്കാനുള്ള മാർഗം. ഇപ്രകാരം സാധിച്ചാൽ യോഗിയായിത്തീരുന്നു. യോഗി എല്ലാത്തിലും സമദർശനനായി എല്ലാത്തിലും താനും തന്നിൽ എല്ലാ ഭൂതങ്ങളും സ്ഥിതി ചെയ്യുന്നതായി കാണുന്നു. ഭഗവാന്റെ നിരന്തര സ്മരണ നിലനിർത്തുന്നതിന് കലിയുഗത്തിൽ ജപമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്നു. സന്തതം എല്ലായ്പ്പോഴും എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. ഒരു നിമിഷം പോലും ഈശ്വര ചിന്ത മനസ്സിൽ നിന്ന് വിടുവാൻ പാടില്ല. ഇതിനു ജപം സഹായിക്കുന്നു. ഭക്തിയുടെ പുറമേയുള്ള പ്രദർശനം അല്ല ഭഗവാൻ നോക്കുന്നത്, എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി നാം ഭഗവാനെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ഭഗവാൻ നോക്കുന്നത്. ഇതിന് ഉദാഹരണങ്ങൾ നാരദ മഹർഷിയുടെ ഒരു കഥ പറയാറുണ്ട്. സദാസമയം ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ലോകത്തിൽ ചുറ്റി നടക്കുന്ന തന്നേക്കാൾ വലിയ ഭക്തൻ ലോകത്തിൽ ഇല്ലെന്ന് നാരദന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി. ഇതറിഞ്ഞ ഭഗവാൻ തൻ്റെ ഭക്തനായ ഒരു കർഷകനെ പരിചയപ്പെടുവാൻ പറഞ്ഞയച്ചു. നാരദ മഹർഷി അദ്ദേഹത്തെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയാൾ നാരായണ എന്ന് 3 പ്രാവശ്യം ഉച്ചരിക്കുന്നത് കേട്ടു. പിന്നീട് കരിയും നുഖവും എടുത്തു വയലിൽ പോയി വൈകുന്നേരം വരെ പണി ചെയ്ത് രാത്രി കിടക്കുമ്പോഴും നാരായണ എന്ന് 3 തവണ ജപിക്കുന്നത് കേട്ടു. അത്രമാത്രമേ ഉള്ളൂ. ദിവസം മുഴുവൻ ലൗകിക കാര്യങ്ങളിൽ മുഴുകിക്കഴിയുന്ന ഇദ്ദേഹത്തെ എങ്ങനെയാണ് ഒരു വലിയ ഭക്തനെന്ന് ഭഗവാൻ പറഞ്ഞത് എന്ന് ഭഗവാനോട് തന്നെ മഹർഷി ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, നാരദ, ഇതാ ഒരു പാത്രം എണ്ണയിരിക്കുന്നു. ഇതെടുത്ത് ഈ നഗരത്തിന് ഒരു പ്രദക്ഷിണം വെച്ച് മടങ്ങി വരൂ. എന്നാൽ ഒരു തുള്ളി പോലും എണ്ണ പുറത്തു പോകാതിരിക്കാൻ സൂക്ഷിക്കുകയും വേണം. നാരദൻ ആ പാത്രവും എടുത്ത് പുറപ്പെട്ടു. വളരെ ഭക്തിയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി നഗരപ്രദക്ഷിണം കഴിഞ്ഞു മടങ്ങി വന്നു. ഭക്തിയല്ല, ശ്രദ്ധയോടുകൂടി നഗരപ്രദക്ഷിണം കഴിഞ്ഞു മടങ്ങി വന്നു. ഭഗവാൻ ചോദിച്ചു, നാരദ, എണ്ണ തുളുമ്പിപ്പോകാതെ മടങ്ങി വന്നു, നന്നായി. എന്നാൽ ഇതിനിടെ എത്ര പ്രാവശ്യം എന്നെ സ്മരിച്ചു? നാരദൻ പറഞ്ഞു, 1 പ്രാവശ്യം പോലും സ്മരിച്ചില്ല ഭഗവാനെ. എണ്ണ പുറത്തു പോകാതിരിക്കാൻ എനിക്ക് അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടി വന്നു. അത് കേട്ട് ഭഗവാൻ പറഞ്ഞു, ഈ ഒരു പാത്രം എണ്ണ നിന്റെ ശ്രദ്ധ തിരിച്ചുവിട്ട് എന്നെ അപ്പാടെ മറക്കാൻ ഇടവരുത്തി. എന്നാൽ അത്രയും ഭാരമേറിയ കുടുംബ ജോലികൾക്കിടയിലും ദിവസവും 2 പ്രാവശ്യവും എന്നെ ഓർമ്മിക്കുവാൻ അവൻ മറക്കാറില്ല. അപ്പോൾ അവൻ വലിയ ഭക്തനല്ലേ? നാരദൻ മൗനിയായി. പല ജോലി തിരക്കുകൾ ഉണ്ടെങ്കിലും ഭഗവാനെ സ്മരിക്കുന്നവനാണ് ഭക്തൻ. അതിൻ്റെ പ്രകടനം പുറത്തേക്കില്ലെങ്കിലും ഭഗവാൻ അത് ശ്രദ്ധിക്കുന്നു. കാരണം ഭാവഗ്രാഹി ജനാർദ്ദന. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഭാവത്തെയാണ് ഭഗവാൻ ശ്രദ്ധിക്കുന്നത്. ഈശ്വരാർപ്പണമായി കർത്തവ്യകർമ്മങ്ങൾ എല്ലാം അനുഷ്ഠിക്കുക എന്നതാണ് ഭഗവാന്റെ നിരന്തര ചിന്ത ഉണ്ടാകുവാനുള്ള മാർഗം. ഹരി ഓം നമഃ ശിവായ.